ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വിഷയം തെങ്ങിന്റെ മണ്ട മറിക്കുന്നത്, അതായത് തെങ്ങിന്റെ മുകൾ ഭാഗം മറിഞ്ഞ് വീഴുന്നതിനെ എന്ത് കാരണത്താലാണ് അങ്ങനെ മറിഞ്ഞു വീഴുന്നത് എന്നതിനെ പറ്റിയാണ്. അതായത് ഇപ്പോഴ് നമ്മുടെ പുരയിടങ്ങളിലൊന്നും ആരും വലിയ രീതിയിൽ തെങ്ങ് ശ്രദ്ധിക്കത്തില്ല. തെങ്ങിന്റെ മണ്ടയൊക്കെ വൃത്തിയാക്കുമെന്നെങ്കിലും അത് എത്രത്തോളം പ്രാവർത്തികമായിട്ട് വൃത്തിയാക്കുന്നു എന്നുള്ളത് കുറവാണ്. അതായത് നമ്മൾ എത്ര രീതിയിൽ നോക്കിയെന്ന് പറഞ്ഞാലും നമ്മൾ ഏതൊക്കെ തരത്തില് ആ തെങ്ങിനെ നന്നായിട്ട് നോക്കിയാലും ഈ അസുഖങ്ങൾ ബാധിക്കുന്നത് നമ്മളെ ശ്രദ്ധയിൽ ചില സമയത്ത് പെടത്തില്ല. അതിൽ ഒന്നാമത്തെ കാരണമാണ് ഈ മണ്ട മറിഞ്ഞു പോകുന്നത്. അപ്പോൾ പലരും വിചാരിച്ചിരിക്കുന്നത് അതെന്തേലും അസുഖം കൊണ്ടാണ്. ഈ കാറ്റുവീഴ്ച എന്നൊക്കെ സാധാരണ കേട്ടിട്ടുണ്ട്. അപ്പൊ പലരും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, കാറ്റുവീഴ്ച ആ ഒരു കാരണത്താലാണ് തെങ്ങിന്റെ മണ്ട മറിയുന്നത്. എന്നാൽ കാറ്റുവീഴ്ച അല്ല അതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാരണം ചെല്ലിയുടെ ആക്രമണമാണ്. അപ്പൊ ഈ ചെല്ലി എന്ന് പറയുന്നത് രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് കൊമ്പൻ ചെല്ലിയുണ്ട്, ചെമ്പൻ ചെല്ലിയുണ്ട്. അതിൽ ഈ കൊമ്പൻ ചെല്ലി എന്ന് പറയുന്നത് റൈനോസിറോസ് ബീറ്റില, അത് കറുത്ത കളറാണ്. അത് ഏകദേശം ഇച്ചിരി വലിപ്പത്തിലുള്ള വണ്ടാണ്. എന്നാൽ ചെമ്പൻ ചെല്ലിയാണ് ശരിക്കും ഇതിന്റെ മണ്ട, അതായത് ഈ തെങ്ങിന്റെ മുകൾ ഭാഗം മറിച്ചിടുന്നത്. അപ്പൊ ഈ കാണുന്ന പാത്രത്തില് ഞാൻ ഈ ചെമ്പൻ ചെല്ലിയെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അതിനെ ഒന്ന് കാണിക്കാം. ഇത് തുറക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പറന്നു പോകാൻ സാധ്യതയുള്ളതാണ്. കണ്ടോ, ഉണ്ട്. അതിന്റെ മുകൾ ഭാഗം ശ്രദ്ധിച്ചു നോക്കിയേ, ഒരു ബ്രൗൺ കളറാണ്. അത് പെട്ടെന്ന് തന്നെ പറക്കുന്നുണ്ട്. നോക്കണേ, അതിന്റെ നിറം കണ്ടോ, അത് പെട്ടെന്ന് പറക്കും. അപ്പൊ ഇതിന്റെ ആക്രമണം എങ്ങനെയാന്ന് പറഞ്ഞാല് ഈ കൊമ്പൻ ചെല്ലിയാണ് വഴിയൊരുക്കുന്നത്. അപ്പൊ ഈ കൊമ്പൻ ചെല്ലിയുടെ പ്രധാന ഈ മുട്ട നിക്ഷേപിക്കുന്നതെന്ന് പറഞ്ഞത് സാധാരണ ചാണകക്കുഴികളിൽ, അതേപോലെ പന്നലായി കിടക്കുന്ന, അതായത് ചീഞ്ഞു കിടക്കുന്ന തടികൾ, അതിനകത്തൊക്കെയാണ് ഈ കൊമ്പൻ ചെല്ലി പോയി മുട്ടയിടുന്നത്. അപ്പൊ അത് ലാർവയായിട്ട് വിരിഞ്ഞ് അത് സെറ്റായതിനു ശേഷം വണ്ടായിട്ട് മാറിയിട്ട് തെങ്ങിന്റെ മുകളിൽ പോയിട്ട് ചെറിയ നാമ്പിനകത്തേക്ക് ഇത് തുരന്ന് കുഴി ഉണ്ടാക്കും. അപ്പൊ കുഴി ഉണ്ടാക്കിയിട്ട് ഇപ്പൊ നമ്മൾ വിചാരിക്കും കൊമ്പൻ ചെല്ലി തന്നെയാണ് ഇതിനെ മറിക്കുന്നതെന്ന്. അപ്പൊ ഈ കുഴികളിനകത്തേക്ക് ഈ ചെമ്പൻ ചെല്ലി വന്നിട്ട് മുട്ടയിടും. അപ്പം കൊമ്പൻ ചെല്ലി അതിനകത്ത് മുട്ടയിൽ പരിപാടി ഒന്നുമില്ല, അവരെല്ലാം വെളിയിലാണ്. ചെമ്പൻ ചെല്ലി, ഈ ചെല്ലി ഡയറക്റ്റ് പോയിട്ട് തെങ്ങിനെ ആക്രമിക്കത്തില്ല, മറിച്ച് ഈ ചെല്ലി ചെന്നിട്ട് അതിനകത്ത് പോയി മുട്ടയിടുകയും ആ മുട്ട വിരിയുന്ന ആ പുഴുക്കളാണ് തെങ്ങിന്റെ മുകൾ ഭാഗത്തിനകത്തെ ആ ഒരു ഭാഗങ്ങളെല്ലാം കഴിച്ചിട്ട് മറിച്ചിടുന്നത്. അപ്പൊ ഇത് വളർന്ന് അതിന്റെ ആ ഒരു പൂർണ്ണത എത്തിയതിനു ശേഷമാണ് ഈ ചെമ്പൻ ചെല്ലി അതിനകത്ത് നിന്ന് വെളിയിൽ വരുന്നത്. കൊമ്പൻ ചെല്ലി അതിന്റെ തറയിൽ, അതായത് മണ്ണിലും അതേപോലെ ഈ ചാണകക്കുഴിയിലും ഒക്കെ ആയിട്ടാണ് അതിന്റെ ആ ഒരു വളർച്ചാ ഘട്ടങ്ങൾ പൂർത്തീകരിച്ച് മുകളിലേക്ക് വരുന്നത്. അപ്പൊ ഈ കൊമ്പൻ ചെല്ലിയും ചെമ്പൻ ചെല്ലിയും പിടിക്കാൻ ഇപ്പോ വിപണിയിൽ രണ്ട് തരത്തിലുള്ള മരുന്നുകളുണ്ട്. ഒന്ന് രാസ രീതിയിലുള്ള മരുന്നുകളുണ്ട്, രണ്ട് ഫിറമോൺ ട്രാപ്പ് എന്ന് പറയും. അതായത് ഇതിനകത്ത് ഈ ആൺ ചെല്ലികളെ പിടിച്ച് നശിപ്പിക്കുന്ന ഒരു രീതിയാണ് ഫിറമോൺ ട്രാപ്പ്. അത് നിങ്ങൾ അഗ്രി ഷോപ്പുകളിൽ പോയി ചോദിക്കുമ്പോൾ പ്രത്യേകം പറയണം, കൊമ്പൻ ചെല്ലിയാണോ അതോ ചെമ്പൻ ചെല്ലിയാണോ നിങ്ങൾക്ക് പിടിക്കേണ്ടതെന്ന്. ഇനി കൊമ്പൻ ചെല്ലിക്കും വേറെ ട്രാപ്പാണ്, ചെമ്പൻ ചെല്ലിക്കും വേറെ ട്രാപ്പാണ്. അതിനകത്ത് ഉപയോഗിക്കുന്ന ഫിറമോൺ എന്ന് പറയുന്നത് രണ്ടും വ്യത്യസ്ത തരത്തിലുള്ള ഫിറമോണാണ്. അപ്പൊ ഏകദേശം ഒരു കൊമ്പൻ ചെല്ലിക്ക് ഏകദേശം 600-700 രൂപ മേലാണ് അതിന്റെ ആ ഒരു ട്രാപ്പിന് മൊത്തം. പിന്നെ ഫിറമോൺ എന്ന് പറയുന്നത് അതിനകത്തെ ഒരു കേക്കാണ്, അത് നമുക്ക് പിന്നെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് ചെമ്പൻ ചെല്ലിയുടെ ആ ഒരു ഫിറമോൺ ട്രാപ്പിനും. അപ്പൊ ഇത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ 1 ഏക്കറിലേക്ക് ഏകദേശം ഒരു ട്രാപ്പ് എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇത് ഈ കാണുന്നത് ഇപ്പൊ തുറന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പറന്നു പോകും. ഒരു തെങ്ങ് ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കിയ കൂട്ടത്തിൽ കണ്ടപ്പോൾ അതിനകത്ത് നിന്ന് പിടിച്ചതാണ്. അപ്പൊ ഇത് പിടിച്ചു വെച്ച് ഇരിക്കുമെന്ന് തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ, ഇപ്പൊ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ പറക്കാൻ സാധ്യതയുണ്ട്. കണ്ടോ, അതിന്റെ ആ ഒരു കളർ തന്നെ നോക്കാം. കണ്ടോ, ഇത് പെട്ടെന്ന് നമ്മൾ കൊമ്പൻ ചെല്ലിയെ കണ്ട് ശീലിച്ചവര് ഇതെന്തുവാണെന്ന് അറിയത്തില്ല. അപ്പം തെങ്ങ് മറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കൊമ്പൻ ചെല്ലിയാണ് കുറ്റം പറയുന്നത്. അപ്പൊ ഈ കൊമ്പൻ ചെല്ലി അതിനകത്ത് കയറുമ്പോൾ ഒരു കാര്യം ഇവിടെ പ്രത്യേകം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തെങ്ങിന്റെ മണ്ട വൃത്തിയാക്കാൻ, അതായത് തേങ്ങ ഇടാൻ ആള് കയറുമ്പോൾ അവരോട് ഓല മടലൂടെ വെട്ടിയിടാൻ പറയും. പക്ഷെ ആ മടൽ വെട്ടുമ്പോൾ ഇപ്പൊ ഈ ചെറിയ കുള്ളൻ തെങ്ങുകളൊക്കെ ധാരാളമായിട്ട് ഇറങ്ങുന്നതാണ്. അപ്പൊ അതിനകത്ത് ഈ കുള്ളൻ തെങ്ങുകൾക്കൊക്കെ ഉള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനകത്ത് ആ ഒരു മടല് വെട്ടുമ്പോൾ അതിനകത്ത് നിന്ന് വരുന്ന ആ ഒരു മണം, അതായത് ചെറിയ ഇതിന്റെ ഈ ഊർന്നു വരുന്ന ആ മണം ഈ കൊമ്പൻ ചെല്ലി അല്ലെ ചെമ്പൻ ചെല്ലിയെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യും. അപ്പം കഴിവതും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മീറ്ററെങ്കിലും നീളത്തിൽ മാത്രമേ മടല് വെട്ടാൻ അനുവദിക്കാവൂ. അല്ലാതെ തെങ്ങോട് ചേർന്ന് നിൽക്കുന്ന ആ പോർഷനിൽ നിന്ന് വെട്ടിക്കഴിഞ്ഞാൽ കൊമ്പൻ ചെല്ലി അവിടെ വന്ന് കയറും.
അതിനകത്തൂടെ ചെമ്പൻ ചെല്ലി അതിനകത്ത് വരും. അപ്പോൾ നിങ്ങൾ മണ്ട വൃത്തിയാക്കുമ്പോൾ ഓല വെട്ടുമ്പോൾ 1 മീറ്ററെങ്കിലും മാറ്റിയിട്ട് മാത്രമേ വെട്ടാൻ അനുവദിക്കാവൂ. അങ്ങനെ നിന്ന് അത് ഉണങ്ങിക്കോട്ടെ, അത് തെങ്ങിന് വിഷയം വരത്തില്ല. 2, തെങ്ങിന്റെ മുകൾ ഭാഗത്ത് മഴക്കാലത്ത് നിങ്ങൾ കല്ലുപ്പും അതേപോലെ വേപ്പും പിണ്ണാക്കും പിന്നെ അതേപോലെ കുറച്ച് വെളുത്തുള്ളിയുടെ ചതച്ച് ഒരു കിഴി കെട്ടി മുകളിൽ വെക്കുകയാണെങ്കിൽ ഈ വെള്ളം ഇറങ്ങും. വെള്ളം ഇറങ്ങുന്ന കൂട്ടത്തിൽ ഈ ഒരു മിശ്രിതം അതിനകത്തേക്ക് ഊർന്നിറങ്ങുകയും ഇതിനകത്ത് ഇത് നിൽക്കാതെ പോവുകയും ചെയ്യും. അപ്പൊ ഈ ഒരു കാരണത്താൽ ഇവർക്ക് അതിനകത്ത് വസിക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തെങ്ങിനെ നന്നായിട്ട് നോക്കാം. കീടനാശിനി ഉപയോഗിക്കുന്നതിന് ഞാൻ നിങ്ങൾക്ക് ആർക്കും നിർദ്ദേശിക്കത്തില്ല. കാരണം ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ മാരകമായിട്ടുള്ള കീടനാശിനിയാണ് ഇതിനെതിരായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് വേരിൽ കുത്തിയാൽ പോലും തെങ്ങിന്റെ മുകളിൽ ആ തേങ്ങയിലൂടെ വരും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ കഴിക്കുന്ന കരിക്കുകൾ പോലും വിശ്വസനീയമല്ല എന്നുള്ളത് ഒരു കാര്യം യാഥാർത്ഥ്യമാണ്. അപ്പം തെങ്ങിന്റെ മുകൾ ഭാഗത്ത് കൊണ്ടുവന്ന് ഒഴിക്കുന്നവരുണ്ട്. അതും പ്രാവർത്തികമാണ്. ഇപ്പൊ ഇനി വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. 2-3 തെങ്ങൊക്കെ ഉള്ളവർക്ക് സുഖമായിട്ട് നമുക്ക് ഇത്തരത്തില് ട്രാപ്പുകളും അതേപോലെ ഫിറമോൺ ട്രാപ്പ് മാത്രമല്ല ഇത്തരത്തിൽ ഈ കെണികളൊക്കെ ഉപയോഗിച്ച് പിടിക്കാൻ സാധിക്കും. അതേപോലെ ഈ ജൈവ കീടനാശിനിയായിട്ടുള്ള ഞാൻ ഈ പറയുന്ന വേപ്പും പിണ്ണാക്കും അതേപോലെ വെളുത്തുള്ളിയും പിന്നെ അതേപോലെ ഉപ്പും അതായത് കല്ലുപ്പ് കൂടെ ചേർത്ത് മിശ്രിതമാക്കിയിട്ട് നന്നായിട്ട് ചതച്ച് വെളുത്തുള്ളി ചതയ്ക്കുക, പിന്നെ കല്ലുപ്പ് അതിനകത്ത് ഇടുക, പിന്നെ അതേപോലെ വേപ്പും പിണ്ണാക്ക് ഇടുക, കിഴി കെട്ടുക. ഈ തെങ്ങിന്റെ ഓലമടലിൽ എത്ര ഓല ഉണ്ടല്ലോ അത്രയും ആ ഓലയുടെയും കവിളുകളിൽ നിക്ഷേപിക്കുക. ഓല ചെറിയ അത് മഴക്കാലത്താണ് ഏറ്റവും അനുയോജ്യം. കാരണം മഴക്കാലത്താണ് ഇതിന്റെ ആക്രമണം കൂടുന്നതും. അപ്പൊ ആ സമയത്ത് ഇതിനകത്ത് നിന്ന് വെള്ളം ഇറങ്ങുന്ന കൂട്ടത്തിൽ ആ കയ്പും ആ ഉപ്പും എല്ലാം കൂടെ ചേർന്നിട്ട് ആ മിശ്രിതം അതിനകത്ത് നിന്ന് ഓരോ മടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് കൊമ്പൻ ചെല്ലി വന്ന് വഴിയൊരുക്കേ ഇവിടെ ചെമ്പൻ ചെല്ലി കയറത്തുള്ളൂ. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ തെങ്ങിനെ വളർത്തിയെടുക്കാം. പിന്നെ അതേപോലെ തെങ്ങിന്റെ വളപ്രയോഗം ഒരു പ്രധാന ഘടകമാണ്. തെങ്ങ് ശോഷിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വാങ്ങുന്ന പല പ്രധാന വളങ്ങളും തെങ്ങിന് വലിച്ചെടുക്കുന്ന രീതിയിലേക്ക് ആക്കാൻ കുമ്മായം കൊടുക്കുക. കുമ്മായം കൊടുത്തതിന് ശേഷം വളങ്ങൾ കൊടുക്കുക. വളങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ പറയുന്ന മൈക്രോ ന്യൂട്രിയൻസും കൊടുക്കാൻ ശ്രമിക്കുക. അത്തരത്തിലൊക്കെ ചെയ്യുമ്പോൾ തെങ്ങിനൊരു ഇച്ചിരി രീതിയിലുള്ള ഒരു പുഷ്ടിപ്പെടുകയും ഇതിനകത്ത് നിന്ന് പ്രത്യേകിച്ച് വേപ്പും പിണ്ണാക്ക് ഒരു പ്രധാന ഘടകം തന്നെയാണ്. വേപ്പും പിണ്ണാക്ക് ധാരാളമായിട്ട് നിങ്ങൾ കൊടുക്കണം. വേപ്പും പിണ്ണാക്ക് കൊടുത്തെങ്കിൽ മാത്രമേ ഇത്തരത്തില് ആ ഒരു ചെറിയ രീതിയിലെങ്കിലും ഈ ചെമ്പൻ ചെല്ലിയുടെ ആക്രമണം ഈ നാടൻ തെങ്ങുകളിൽ ഒന്നുകൂടെ മാറ്റാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ എന്നിരുന്നാലും ഇനിയിപ്പോ ചിലപ്പോൾ ഇത് പറക്കും. എന്നിരുന്നാലും വേണ്ട ഒന്നുകൂടെ കണ്ടേക്കാം. വേണ്ട ഇതാണ് അതിന്റെ ആ ഒരു തനി നിറം കണ്ടോ, ഇതിപ്പോ പെട്ടെന്ന് പറക്കും. അപ്പൊ എൻ്റെ ഈ ചാനൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.